പിന്നെ കളിച്ചിട്ടില്ല കേട്ടോ. അപ്പത്തിന് കളി വന്നോ? ചേടാ ബ്ലാക്ക് ആണല്ലോ. 592 ഈ ചെങ്ങായി എന്ത് സ്പീഡ് അത്. പ്രൊട്ടക്റ്റ് ചെയ്യണമല്ലോ അതിനെ. ഇതൊക്കെ എന്താ ചിന്തിക്കും. ടൈം വെറുതെ വെച്ചു. ഇപ്പോൾ 1 സെക്കൻഡ് കളയുന്നില്ല കേട്ടോ. പക്ഷെ എന്ത് സ്പീഡാണ്. മറ്റവന് ടൈം ഔട്ടായിട്ടാണ് തോറ്റ്. പിന്നെ ഇപ്പം എന്ത് പ്ലാനത്. ഇതിനെപ്പോൾ എടുക്കുക കൺട്രോൾ കൊടുത്ത് ചെപ്പോനിത്തിനെ നീക്കണ്ടല്ലേ. നമുക്ക് അവനെ കോപ്പി ചെയ്യാം. ഇതിൻ്റെ ഒരു സുഖം എന്താ വെച്ചാൽ നമുക്ക് അതേമാതിരി കോപ്പി ചെയ്താൽ മതി. ബ്ലാക്ക് ആകുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും നോക്കണ്ടോ. തടിയാ നെറ്റൊക്കെ നമുക്ക് നൈറ്റിനെ ഡെവലപ്പ് ചെയ്ത പോരെ. ഇതിനോട് ടച്ചപ്പ് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. നോ പ്രോബ്ലം. നമ്മൾ അതേമാതിരിയാണ് കോപ്പി ചെയ്താലോ. പക്ഷെ അപ്പം ശരിയാവില്ല. എന്തെങ്കിലും പ്രശ്നം വരുമോ? ഇപ്പം ഇതിനെ നിൽക്കുക. ഇപ്പോൾ ക്യാൻസൽ ചെയ്യാം. വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. ഓനക്കും ക്യാൻസൽ ചെയ്യാം അല്ലേ. ഓനവൻ്റെ ബിഷപ്പിനെ ഇറക്കിയിട്ടോ. ഇറക്കാനാണ് എൻ്റെ പ്ലാൻ. നമ്മളെ ബിഷപ്പിനെ ഇറക്കും. ടൈം പോണു. ഷടാ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ടൈം പോണു. നമ്മളത് തന്നെ ചിന്തിക്കുന്നത്. ഇനി കുറച്ച് ബ്രീത്തിങ് സ്പേസ് കൊടുക്കണം. എന്തായിട്ട് നോക്കാം. നമ്മളതേമാതിരി മിറർ ചെയ്ത് പോകും. പക്ഷേ വെറുതെ തന്നെ ചെയ്യാൻ പറ്റില്ല. ഒന്ന് നോക്കണം എന്തൊക്കെ ചെയ്യണത്. കക്കാറ്റ്സു മിറ്റ്സു ആദ്യമായിട്ടൊക്കെ 600 ഒരാളെ കളിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ എന്താ ഉണ്ടാവാറോ, ഞാൻ അത് നീക്കും കേട്ടോ. അപ്പോൾ ഓന് ഇതിനെ എടുക്കും. ബിഷപ്പ് കൊണ്ട് ഇതിനെ എടുക്കും. അപ്പോൾ എനിക്ക് ഇതുകൊണ്ട് എടുക്കേണ്ടി വരും. അപ്പോൾ എൻ്റെ കിങ് വീക്കാവും. അതാണോ എൻ്റെ പ്ലാൻ? നമ്മളെന്ത് കാട്ടുന്നു? നമ്മൾ അതേമാതിരിയായിട്ട് പ്ലാൻ ചെയ്യും. ഇതിനെങ്ങോട്ടിരിക്കാലോ. നമ്മളെ ക്വീൻ ഇവിടെ അറ്റാക്കിലാണല്ലേ. നമുക്കത് കാട്ടാലോ. അല്ലെങ്കിൽ ഒരു ഐഡിയ ഉണ്ട്. ഇങ്ങനെ പുഷ് ചെയ്യുക. പിന്നെ എന്നിട്ട് അവനെ എടുക്കുകയാണെങ്കിൽ ക്വീനോട് എടുക്കുക. ഞാൻ ചിന്തിച്ചില്ല കേട്ടോ, കണ്ടില്ല. എടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ കണ്ടോ. അപ്പം നമ്മൾ തന്നെ ചെയ്യും. പോയി പണി മുന്തച്ച് ബ്ലാക്ക് ആകുമ്പോൾ അങ്ങനെ എടുത്തിട്ടുണ്ട്. പക്ഷേ എന്തൊരു സുഖമാണ്. എന്താ ഫോൺ എടുക്കുകയാണെങ്കിൽ നമ്മളെന്തായിട്ട് എടുക്കേ. അതാ അപ്പോൾ എനിക്കൊരു ഫോണ് കിട്ടുമല്ലേ. കാരണം അവൻ്റെ നൈറ്റിന് ഇപ്പോൾ എടുക്കുക. അതാ അപ്പം നമുക്ക് എടുക്കാം. നമ്മളെടുക്കും. ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ട്രേഡ് ചെയ്യാം. കൊടുക്കുക. പക്ഷെ അവനക്ക് അവൻ്റെ ഈ നൈറ്റിൽ നിന്ന് എന്തായിട്ട് വ്യത്യാസമുണ്ട് കണ്ടോ. അവനക്ക് ഇവിടെ എങ്ങനത്തെ സപ്പോർട്ട് കൊടുത്ത് എന്തോ ചെയ്തു. ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് എടുക്കാം. അപ്പം നമ്മളെന്ത് കിട്ടും? ഇതിനെ എടുത്താലോ. തോന്നണം അതാ നല്ലതെന്ന്. നൈറ്റിന് ഇങ്ങോട്ട് പോയി എന്തെങ്കിലും പ്രശ്നമുണ്ടോ തോന്നണം. ഇതാണ് നല്ലതെന്നാ. എന്തെങ്കിലും വീക്കാക്കി ഗുണമെന്നാണ്. ഒന്നും മനസ്സിലാവണില്ല. കുറേ പീസുകളുണ്ട്. ഇതിനിപ്പോൾ എങ്ങോട്ടേലും മാറ്റിയാൽ ടൈം വേണം. ഇതിനെങ്ങോട്ട് വയ്ക്കാലോ. ഇതിപ്പോൾ ഇതിനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യണത്. പക്ഷെ ഇതും പ്രൊട്ടക്റ്റ് ചെയ്യണ്ടല്ലോ. ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്നാവോ. ഇങ്ങോട്ട് കൊണ്ടുവരാ.
നമുക്കൊരു ഐഡിയ എന്താ വെച്ചാൽ നോട്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിന് ഇങ്ങോട്ടോ അല്ലെങ്കിൽ എങ്ങോട്ടേലും മാറ്റി വെച്ചാൽ എന്തോ ഒരു പ്ലാൻ ഉണ്ടല്ലോ. നമ്മളിപ്പോൾ ഇതിനെടുത്ത് വിചാരിച്ചോ, ഇങ്ങനെ എടുക്കാം ചിന്തിക്കാല്ല. അത് നല്ലൊരു ഐഡിയ അല്ലേ. കണ്ടോ, ഇതോ കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ, ചെറുക്കൻ കണ്ടിട്ടുണ്ടാവില്ല. കണ്ടോ, നമ്മളെന്തോ ഒരു ഭാഗത്തിൽ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നു അതെങ്ങനെയാണ് ചെയ്യാൻ പറ്റുമോയെന്ന്. ഫോൺ തന്നെ ആയിട്ടൊരു നമുക്ക് ഓപ്പർച്യൂണിറ്റി വന്നു. നമ്മൾ 3 പോയിൻ്റ് മുന്നിലായി. പക്ഷെ അവനക്ക് ഈ ഫോണിന് എടുക്കട്ടോ, അത് ഫ്രീ ആണ്. കാണുന്നാവോ, കണ്ടെടുക്കാം. കണ്ടില്ല, കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ. അവൻ്റെ ഫോണിന് സേഫ് ആക്കിയതാക്കാരം. എടോ ഇവിടെ ആണെങ്കിൽ എനിക്ക് എൻ്റെ ഈ നൈറ്റും ഉണ്ട് കേട്ടോ. എനിക്ക് ഈ നൈറ്റിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ബിഷപ്പിന് ഇവിടെ കാര്യമില്ല ചെക്ക് മേറ്റിന് നടക്കാനുള്ള സാധ്യത ഉണ്ട് ഇവിടെ. ഞാൻ ഇതിനെ ഇങ്ങോട്ട് നീക്കി വിചാരിച്ചു. ഇങ്ങനെ എങ്ങോട്ടാ നീക്കാൻ പറ്റുക? ഇങ്ങോട്ട് നീക്കാം. അത് വല്ലാണ്ട് കളിക്കണം, സേഫ് അല്ല. എന്താണോ എൻ്റെ പ്ലാൻ? ടേക്ക് ചെയ്യാൻ പറ്റൂല. പക്ഷെ നമുക്ക് ഇതൊരു ഫ്രീ പോണല്ലേ ആണോ അല്ലേ? ആണേ, ചെക്കുമാണ്. ചേടാ വേറെ എന്തിനെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു പിന്നെയിരുന്നു നമുക്ക് എങ്ങോട്ടൊക്കെ നീക്കാം. നമ്മൾ നല്ല ചെക്ക് മേറ്റ് ഇതാക്കണം കേട്ടോ. ഈ നൈറ്റ് ഇവിടെ ഉണ്ടാവേണ്ട നല്ല സുഖമായിക്കണം. ഒരു മിനിറ്റ്. നമ്മളിപ്പോൾ ഈ നൈറ്റിൻ്റെ ഇവിടേക്ക് നീക്കുക. ഓനക്ക് ഇതിനെ ഇങ്ങോട്ടുള്ള നീക്കാൻ പറ്റുക. അപ്പം നമുക്കിതിന് കിട്ടൂല. പക്ഷെ അവനൊന്ന് ഓനക്ക് ഇതിനോണ്ട് കൊല്ലാല്ലേ. ഇപ്പം തന്നെ അല്ല, എന്നാലും കുഴപ്പമില്ല. നമുക്ക് ക്വീനിനെ കൊണ്ട് കൊല്ലാമല്ലോ. 4.5 മിനിറ്റ് ഉള്ളൂ. ടൈം പിന്നില്ല. എൻ്റെ ഒരു നല്ല മൂവ് ഉണ്ടോ? നമ്മളിത് അറ്റാക്കില്ല കേട്ടോ, പേടിച്ചണം. ഇപ്പം എങ്ങോട്ട് നീക്കുക? പറ്റില്ല. ഇങ്ങനെ ഇരിക്കാലോ. വല്ലാത്തൊരു പൊസിഷനിലായി പോയി. ടൈമില്ല. ടൈം ഔട്ട് ആയാലും നമ്മൾ ടൈം ഔട്ട് ആകാൻ നല്ല സാധ്യത ഉണ്ട്. പക്ഷെ നല്ലൊരു അറ്റാക്കിലാട്ടോ ഇത്. അതുകൊണ്ട് ബിഷപ്പ് അടക്കണ്ട ഇവിടെ. എങ്ങനെയെങ്കിലും ഇതൊന്നും ഉപയോഗിക്കാൻ പെടുത്താൻ പറ്റേ. പക്ഷെ ഇവിടെ നൈറ്റുണ്ട്. ഈ സ്ക്വയറാണ് കിട്ടുക. സെറ്റാവും. ഈ നൈറ്റിൻ്റെ എങ്ങോട്ടേലും മൂവ് ചെയ്യാൻ പറ്റും നോക്കട്ടെ. ഇങ്ങോട്ടേ ഓന് പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങോട്ട് മൂവ് ചെയ്യാം. അതാവുമ്പോൾ ഈ സ്ക്വയർ കിട്ടും. പക്ഷേ പിന്നെ 2 മൂവ് വേണ്ടി വരും ഇതിനെ ഇങ്ങോട്ട് എത്തിക്കാൻ. ടൈം വെച്ചിട്ട്. പക്ഷെ നമുക്ക് ടൈമല്ല അഡ്വാൻറ്റേജ് ഉണ്ട് കേട്ടോ. നമുക്ക് അടുത്ത് വേറെ വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. ഇപ്പോൾ എനിക്ക് എന്തായാലും മനങ്ങണമല്ലോ. നമ്മൾ പോയിന്റിൽ മുന്നിലായതുകൊണ്ട് നമുക്ക് ട്രൈ ചെയ്താലും ഓനെന്താ കാട്ടി ഇതിന് ഇങ്ങോട്ട് കൊടുത്തു. അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? വേറൊരു മൂവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏത് നല്ലത്? റുക്കിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ തോന്നുന്നു. ഏറ്റവും ട്രൈഡ് ചെയ്യണതാണ് നമുക്ക് ഏറ്റവും നല്ലത്. ട്രൈഡ് ചെയ്തെല്ലാം പോട്ടെ. ഒടുക്കാണ് എനിക്ക് വേണ്ടത്.
പക്ഷെ ഓന് 600 കിലോട്ട് 600 ഇല്ല ഒരാളിപ്പം അതുവരെ കളിച്ചിട്ടുണ്ടാവില്ല കാര്യം. എടോ ടൈമില്ലടോ 3:28 ഒന്ന് എടുത്തു. ഒന്നും ചിന്തിക്കാമല്ല എടുക്കുക. പക്ഷേ ഈ ഫോണ് വീക്കായില്ല, ഫോണ് പ്രൊട്ടക്റ്റഡ് ആണ്. ഈ ഫോണിൻ്റെയാണ് വീക്കില്ലത്. പക്ഷെ ഇതുകൊണ്ട് ഇങ്ങനെ എടുക്കും. അത് നമുക്ക് പേടിക്കണ്ട. ഇപ്പോൾ ഫോണല്ല, ഇവിടെ മെയിനായിട്ടുള്ള സാധനങ്ങളുണ്ട്. ഇപ്പം ഇത് ചെക്ക് മേറ്റാണ്. പക്ഷേ ഈ സാധനം എടുക്കുക, ഇതിനെടുക്കുക, ഇതും ഈ നൈറ്റിന് ഇതിനെങ്ങനെയാലും ഇങ്ങോട്ട് വിടുന്നാലും ചെക്ക് മേറ്റാണ്. എന്താട്ടി അവന് ഫോണിനെടുത്തു. നമുക്ക് പേടിയാ. നമുക്കൊരു പ്ലാൻ ഉണ്ട്. അതായത് നമുക്ക് ഇങ്ങനെ ചെക്ക് മേറ്റ് ചെയ്യാം. ചെക്ക് കൊടുത്തു. ഓനക്ക് ഇതിനോണ്ട് എടുത്തു വിചാരിച്ച ഇതുകൊണ്ട് എടുക്ക നല്ല മൂവായാൽ മതി. പക്ഷെ ഓനക്ക് ഇതുകൊണ്ട് കിട്ടും. അത് ചിന്തിക്കണം. സാരല്ല, ചിന്തിക്കാൻ സമയമല്ല കുട്ടി, സമയമല്ല. കിങ്ങിന് എന്തായാലും എടുക്കാൻ പറ്റില്ല. കിങ്ങിന് ആകെ ഒരു ഓപ്ഷൻ ക്യൂവിനെ കൊണ്ട് എടുക്കലാണ്. അപ്പം നമ്മൾ എന്തുകൊണ്ട് എടുക്കും? ഇതുകൊണ്ട് എടുക്കും. ചെക്ക് മേറ്റ് പ്രോ ചെക്ക് മേറ്റ്. യെസ് അങ്ങനെ എത്ര പെട്ടെന്നല്ലേ 603. യെസ് റോഡ് ചെയ്യില്ല. അപ്പം അങ്ങനെ ഗായ്സ് കംപ്ലീറ്റ് ആയിക്കാണ്. ചെറുക്കം പാവാം 554 ഇതാണ് ഇതിലാകലൊരു സങ്കടം. റിവ്യൂ ഗെയിം റിവ്യൂ. അതാ ഞാൻ ഓൾറെഡി വിന്നിങ് ചെയ്യുന്നു അത്രേ. അപ്പം എന്തൊക്കെ ചെക്ക് മേറ്റിൻ്റെ ഈസി ആയിട്ടുള്ള മൂവുകളും മിസ്സായിട്ടുണ്ടാവും. ആക്യുറസി എത്ര 78. പറയാ സ്റ്റാർട്ട് റിവ്യൂ. കണ്ടോ നമ്മളതേ മിസ് എവിടെ മിസ് കുറേ ഉണ്ടോ? ഓർക്ക് എന്താ നമുക്ക് ബീഫിന് ബിഷപ്പിനെ. പക്ഷെ എന്താ വെച്ചാൽ ഞാനിത് ചിന്തിച്ചു. പക്ഷേ ഈ ക്യൂനിനെ കൊണ്ട് എടുക്കാൻ പറ്റുമെന്ന് ഞാൻ ആലോചിച്ചില്ല. അപ്പോൾ കണ്ടോ ഞാൻ എന്താ ആദ്യം ചിന്തിച്ചാണ് ഇത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ. എന്നിട്ട് ഞാൻ കൊണ്ടുപോകും ചെയ്തിട്ടോ ഈ സാധനം ഇങ്ങോട്ട്. ഓൾക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണേന്നില്ലേ നല്ലത് എനിക്ക് തോന്നിയത്. പക്ഷെ ഇതും നല്ലതാണ്. കിക്ക് ചെയ്തോല് നമ്മൾ അതിനെടുക്കുകയും നല്ലതല്ലേ. ഇങ്ങനത്തെ വല്ല ഇല്ല. കണ്ടോ അല്ല എന്നാലും വിൻ ചെയ്തുകൊണ്ട്. പക്ഷെ മിസ്സാണില്ല നൈറ്റിന്. എങ്ങനെ പൊക്കറിയില്ല കേട്ടോ. അതാ പക്ഷേ ഗ്രേറ്റ് എന്തായാലും അതിന് ഗ്രേറ്റ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. ഗ്രേറ്റ്